ഹലോ, ഗുഡ് മോർണിംഗ്. ഇംഗ്ലീഷ് ഭാഷ വളരെ രസകരമായിട്ടും അതോടൊപ്പം എളുപ്പത്തിലും നമുക്ക് നന്നായി സംസാരിച്ച് പഠിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത്. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. ശേഷം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ദെൻ ലെറ്റ് സ്റ്റാർട്ട് ടു ലേൺ ഇംഗ്ലീഷ്. ആദ്യമായിട്ട് ഞാനൊരു വാചകം പറയാം, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാം. നിങ്ങൾ എപ്പോഴാണ് സാധാരണ വീട്ടിൽ എത്താറുള്ളത്? ഇതൊരു ചോദ്യമാണ് അല്ലേ? നിങ്ങൾ സാധാരണ എപ്പോഴാണ് വീട്ടിൽ എത്താറുള്ളത്? ഇതെങ്ങനെ നമുക്ക് പറയാൻ നോക്കാം. വെൻ ഡു യു യൂഷ്വലി ഗെറ്റ് ഹോം എന്നാണ്. വെൻ ഡു യു യൂഷ്വലി ഗെറ്റ് ഓർ റീച്ച് ഹോം. റീച്ച് എന്നോ ഗെറ്റ് എന്നോ രണ്ട് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. വെൻ ഡു യു യൂഷ്വലി ഗെറ്റ് ഓർ റീച്ച് ഹോം. ഓക്കെ, നെക്സ്റ്റ്. ആ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാം. ആ ഷോപ്പിൽ നിന്നും നിങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാം. ഇതെങ്ങനെ പറയാം? യു ക്യാൻ ബൈ എവറിത്തിങ് ഫ്രം ദാറ്റ് ഷോപ്പ്. യു ക്യാൻ ബൈ എവറിത്തിങ് ഫ്രം ദാറ്റ് ഷോപ്പ്. വളരെ ഈസി ആണല്ലോ അല്ലേ? അടുത്തത്, ഡിന്നർ ഉണ്ടാക്കുന്നതിനുള്ള അടുത്ത ഊഴം അല്ലെങ്കിൽ അടുത്ത അവസരം ആരുടേതാണ്? ഡിന്നർ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഭക്ഷണം അല്ലേ? ആ വൈകുന്നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഡിന്നർ ഉണ്ടാക്കുന്നതിനുള്ള അടുത്ത ഊഴം ആരുടേതാണ് എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹൂസ് ടേൺ ഈസ് നെക്സ്റ്റ് ടു മേക്ക് ഡിന്നർ എന്നാണ്. ഹൂസ് ടേൺ ഈസ് നെക്സ്റ്റ് ടു മേക്ക് ഡിന്നർ. ടേൺ എന്നാണ് പറയട്ടെ, ഊഴം അവസരത്തിനൊക്കെ ടേൺ എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്തേക്ക് കിടക്കാം അല്ലേ? ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ യാത്ര ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ തിരക്ക് പിടിച്ച റോഡിലൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നെങ്ങനെ നമുക്ക് പറയാം നോക്കാം. ബി കെയർഫുൾ വെൻ യു ഡ്രൈവ് ഓൺ ദീസ് ബിസി റോഡ്സ് എന്നാണ്. ബി കെയർഫുൾ വെൻ യു ഡ്രൈവ് ഓൺ ദീസ് ബിസി റോഡ്സ്. ഓക്കെ, അടുത്തത്, അവൻ മാസത്തിൽ ഏകദേശം 50,000 രൂപയോളം സമ്പാദിക്കും. അവൻ മാസത്തിൽ ഏകദേശം 50,000 രൂപ സമ്പാദിക്കും. ഇതെങ്ങനെ പറയാം? ഹി ഏൺസ് അറൗണ്ട് 50,000 rupees per month. He earns around 50,000 rupees per month. ഓക്കെ, ഇനി അവൻ കോണി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു, വീണുപോയി. എങ്ങനെ പറയാം? വെൻ ഹി സ്റ്റെപ്പ് ഡൗൺ ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ് ആൻഡ് ഫെൽ ഡൗൺ. വെൻ ഹി സ്റ്റെപ്പ് ഡൗൺ ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ് ആൻഡ് ഫെൽ ഡൗൺ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അടുത്ത പറയാം അല്ലേ? ഞാൻ രാത്രി മുഴുവൻ കഥകൾ വായിച്ചുകൊണ്ടാണ് ചെലവഴിച്ചത്. ഞാൻ എൻ്റെ രാത്രി മുഴുവൻ കഥകൾ വായിച്ചുകൊണ്ടാണ് ചെലവഴിച്ചത്. ഐ സ്പെൻഡ് ദ ഹോൾ നൈറ്റ് റീഡിങ് സ്റ്റോറീസ് എന്നാണ്. ഐ സ്പെൻഡ് ദ ഹോൾ നൈറ്റ് റീഡിങ് സ്റ്റോറീസ്. ഓക്കെ, അടുത്തത്, നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് സ്വിച്ചുകളെല്ലാം ഓഫാക്കണം. എന്നെങ്ങനെ പറയാം? കിടക്കാൻ പോകുന്നതിന് മുമ്പ് സ്വിച്ചെല്ലാം ഓഫാക്കുക എന്നാണ്. Switch off all lights before you go to bed. Switch off all lights before you go to bed എന്നാണ്. മനസ്സിലായല്ലോ അല്ലേ? അടുത്തത്, ഞാൻ അവനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള എൻ്റെ പ്രധാന കാരണം അവൻ്റെ മോശ സ്വഭാവം. ഞാൻ അവനെ ഇഷ്ടപ്പെടാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം അവൻ്റെ മോശ സ്വഭാവമാണ്. The main thing I don't like him is that his bad behavior.
ദ മെയിൻ തിങ് ഐ ഡോണ്ട് ലൈക്ക് ഹിം ഈസ് ദാറ്റ് ഹീസ് ബാഡ് ബിഹേവിയർ എന്നാണ് പറയുക കേട്ടോ. ഇനി നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ റൂം പൂട്ടാൻ മറക്കരുത്. നിങ്ങൾ വെളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ റൂം പൂട്ടാൻ മറക്കരുത്. ഇതെങ്ങനെ പറയാം? ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് യുവർ റൂംസ് വെൻ യു ഗോ ഔട്ട്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് യുവർ റൂംസ് വെൻ യു ഗോ ഔട്ട്. ഓക്കെ, മനസ്സിലാവണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. ഞാൻ വയലിൻ വായിക്കാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വയലിൻ വായിക്കുന്നതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരാൾക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ നോക്കാം? ഐ ആം ലേണിംഗ് ഹൗ ടു പ്ലേ ദ വയലിൻ. ഐ ആം ലേണിംഗ് ഹൗ ടു പ്ലേ ദ വയലിൻ എന്നാണ് പറയുക കേട്ടോ. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. When I reached the station, the train had left. When I reached the station, the train had left എന്നാണ് പറയുക കേട്ടോ. അതെല്ലാം മനസ്സിലായല്ലോ. ഇനി നിങ്ങളെല്ലാം ശരിക്ക് കേട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും നിങ്ങളിത് ഷെയർ ചെയ്യണം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. ഇതുപോലെ അടുത്ത വീഡിയോ പറ്റി ഉടനെ വരാം. ഓക്കെ.